ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്നിട്ട് പറയാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ജർമ്മനിയിൽ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ അവർ തന്നെ അഡ്മിഷനൊക്കെ കണ്ടുപിടിച്ചപ്പോൾ അവർ അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി എങ്ങനെയാണ് ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ഇട്ടിട്ടുണ്ടായി, ലൈക്ക് എല്ലാ സ്റ്റെപ്സും വെച്ചിട്ട്. പക്ഷേ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ആയ കാരണം എക്സ്പാട്രിയോ ഒരു അപ്ഡേഷൻ വന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ ഇലക്ട്രോണിക് നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ ഇൻഷുറൻസുകാരെ അയക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മളൊരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഓപ്പൺ ആകുമ്പോൾ ഇതൊക്കെ അവർ തന്നെ ഈ ഇലക്ട്രോണിക് നോട്ടിഫിക്കേഷനൊക്കെ അയക്കണ കാരണം നമ്മുടെ പ്രൊസീജിയർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊരു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സെറ്റാക്കാം. അപ്പം നിങ്ങൾക്കും ഈ ഒരു കാര്യം വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് വളരെ ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ് കേട്ടോ. സോ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോകും. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നത്തെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണ രീതിയിൽ നിന്നും ഇപ്പോഴത്തെ എന്തോ ആണ് വ്യത്യാസം വന്നേക്കണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മുന്നത്തെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോളേജിലോട്ട് ഒരു ഇലക്ട്രോണിക് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കയ്യിൽ നിന്ന് അയക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജിലോട്ട് ഇപ്പോൾ നമ്മളൊരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ എക്സ്പാട്രിയോയിലാണ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസും കിട്ടും. അപ്പോൾ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയണത് അവർ സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ വെരിഫൈ ചെയ്തിരുന്നത്, നമ്മൾ ഇന്ന കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ഇപ്പോഴത്തെ എന്താ പറയുക, ജർമ്മൻ ലോ പ്രകാരം ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ഇലക്ട്രോണിക് നോട്ടിഫിക്കേഷനാണ് അയക്കുന്നത്. അപ്പോൾ ഏതൊരു സ്റ്റുഡൻറ്റും പുതിയതായിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എന്താ പറയുക, അവരുടെ പേരിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോളേജിലോട്ട് ഒരു ഇലക്ട്രോണിക് നോട്ടിഫിക്കേഷൻ പോകും. ഈ ഒരു നോട്ടിഫിക്കേഷൻ പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻറോൾമെൻറ്റിനെ അത് നല്ല രീതിയിൽ അത് ബാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എൻറോൾമെൻറ്റിൻ്റെ ഈ ഒരു പ്രൊസീജിയർ കൊണ്ടുവന്ന കാരണമാണ് നമ്മുടെ എന്താ പറയുക എക്സ്പാട്രിയോയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ്. നമ്മൾ അതിൻ്റെ വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് ഒക്കെ മനസ്സിലാവും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും എന്തൊക്കെയാണ് വ്യത്യാസം വന്നേക്കണേന്നുള്ളത്. പിന്നെ കുറേ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ചെയ്യാനായിട്ട് കുറേ അധികം ഏജൻസികളെ സമീപിക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ഈ ഒരു പൈസ ജർമ്മനിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഏജൻസിയിലും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഏജൻസിക്കാർ ഇത് ചെയ്യണതിന് അവരുടെ ഒരു എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് പൈസ പറയാം. അപ്പോൾ ഇപ്പോൾ ഒരു 11,400 യൂറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം അടച്ചു വരുമ്പോൾ ഒരു 11,500 അല്ലെങ്കിൽ ഒരു 11,550 അതൊക്കെ അടയ്ക്കേണ്ട അവസ്ഥ ഉണ്ടായ കാരണമാണ് ഞാനിപ്പോൾ മെയിൻലി ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ. സോ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഒരു ഏജൻസിനെയും സമീപിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫോറക്സ് ട്രാൻസ്ഫർ ചൂസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ്സിൻ്റെ കാര്യങ്ങളെല്ലാവരും ഞാൻ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് എടുക്കാൻ പറ്റിയ വേറെ കുറേ സർവീസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൻഡിബ നോക്കാം, അല്ലെങ്കിൽ കൊറാക്കിൾ നോക്കാം. അതുപോലെ തന്നെ കുറേ അധികം സർവീസുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ഏതൊരു സർവീസും നിങ്ങൾക്ക് ഉപയോഗിച്ച് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് എക്സ്പാട്രിയോ വഴി നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ എക്സ്പാട്രിയോയുടെ ലിങ്കിലോട്ട് പോകാം. അപ്പോൾ അതേ ഈ കാണുന്നതാണ് എക്സ്പാട്രിയോയുടെ സൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ എക്സ്പാട്രിയോയുടെ ഹോം പേജ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ അവരുടെ ഒരു ഓഫർ ഉണ്ട്, ലൈക്ക് എന്തൊരു പറയാം, സേവ് അപ് ടു 109. ഇപ്പോൾ ഈ 109 എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഒരു സ്റ്റാർട്ടിംഗ് ബഫറാണ് കേട്ടോ. അപ്പോൾ ഒരു മുന്നത്തെ രീതിയിൽ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഇപ്പോൾ ഈ ഒരു ജൂലൈ മാസം മാത്രമേ ഉള്ളൂ ഈ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഈ ഒരു 109 നമ്മൾ ബഫറായിട്ട് ഇടണം. അപ്പോൾ ഈ ഒരു ബഫർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പൈസയും വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലത്തിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബഫർ അവർ തിരിച്ചു തരുന്നതായിരിക്കും കേട്ടോ. സോ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 3 പാക്കേജ് കാണാവുന്നതാണ്. ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ വാല്യൂ പാക്കേജ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കാൻ പ്രിഫർ ചെയ്യുക വാല്യൂ പാക്കേജാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ പാക്കേജിൻ്റെ കൂടെ ഏകദേശം നമ്മുടെ ഇൻകമിങ് ട്രാവൽ ഇൻഷുറൻസ്, പിന്നെ എന്തിട്ട് പറയാം, അതുപോലെ തന്നെ ഇവരുടെ ഫെസിലിറ്റീസ് എല്ലാം ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് തുടങ്ങണതിൻ്റെ സെറ്റപ്പ് ഫീ ആയിട്ട് ഏകദേശം 49 യൂറോയാണ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ എല്ലാ സെറ്റപ്പും കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കിയതിന് ശേഷം
നമുക്ക് ഈ ഒരു ഫണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റുഡൻസ് ആയ കാരണം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ് ID കാർഡ്. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ് ID കാർഡ് എവിടെയാണ് വാലിഡ് ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജർമ്മനിയുടെ പുറത്തേക്ക് പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കുറേ അധികം ഫീച്ചേഴ്സ് ഇവർ പറയുന്നുണ്ട്. ലൈക്ക് ഹോട്ടൽസ് ബുക്ക് ചെയ്യാനായാലും അതുപോലെ തന്നെ നമുക്ക് എൻട്രൻസ് ഫീസിലായാലും നമുക്ക് ഇതൊരു സ്റ്റുഡൻറ് ID കാർഡായിട്ട് കാണാം. നമുക്ക് ഏതൊരു സ്ഥലത്തും എൻട്രൻസിനായാലും നമുക്ക് ഈ ഒരു സ്റ്റുഡൻറ് ID കാർഡ് കാട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം 1 കൊല്ലത്തെ വാലിഡിറ്റി ആണ് അവർ തരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത് ഏകദേശം നല്ല രീതിയിൽ സെയിം ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണത് ഞാൻ ഫുള്ളും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഓവർവ്യൂ കിട്ടും ചെയ്യും. എന്താ പറയുക, വാട്ട് വിൽ യു ബി ഡൂയിങ് ഇൻ ജർമ്മനി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കൊടുക്കാം. ഇതിൽ നമ്മൾ മിക്കവാറും ഒരു മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരി മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് സ്റ്റുഡൻറ് മാസ്റ്റർ എന്ന് കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇനി വാട്ട് ഈസ് യുവർ ഏജ് റേഞ്ച് എന്ന് പറയുന്നത് 18 and 23 ഇടയ്ക്കാണ്. അപ്പോൾ നമ്മൾ അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഡു യു ഹാവ് അറ്റ്ലീസ്റ്റ് 1 child ഇല്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇനി അതിനുശേഷം നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കാൽക്കുലേഷൻ അവർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇടേണ്ടത് ഏകദേശം 12 മാസത്തേക്കാണ്. അപ്പോൾ 11,208 യൂറോയാണ് വരുന്നത്. അപ്പോൾ അക്കൗണ്ട് ബഫർ എന്ന് പറയുന്നത് 100 യൂറോയാണ്. പിന്നെ അതുപോലെ തന്നെ ഇനീഷ്യൽ സെറ്റപ്പ് ഫീ എന്ന് പറയുന്നത് 49 യൂറോ, സർവീസ് ഫീ എന്ന് പറയുന്നത് 60 യൂറോ. ഇനി 12 മാസത്തേക്കാണ് ഇടണേ. നമുക്ക് ഓരോ മാസം കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം 934 യൂറോ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു വാല്യൂ പാക്കേജിന്റെ ക്യാഷ് പാക്കും കഴിച്ച് നമുക്ക് വരണത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11,308 യൂറോയാണ്. ഇനി അതിന് ശേഷം നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. ഇനി നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പാക്കേജിൽ നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരായിട്ട് തന്നെ നമ്മുടെ കറണ്ട് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റണത് നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു സ്പാർക്ക് സെയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡോയിഷ് ബാങ്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ബാങ്കായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി അടുത്തത് പ്രൊവൈഡ് ചെയ്യുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സ്റ്റുഡൻറ് ID കാർഡാണ് ഇവർ ഈ ഒരു പാക്കേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ സെറ്റപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എഗ്രി ആൻഡ് അപ്ലൈ എന്ന് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെന്തായാലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നെയിം ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നെയിം കൊടുത്തു. ഇനി അടുത്തതായിട്ടുള്ളത് നമ്മുടെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാ രീതിയിലുള്ള ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോൺ നമ്പർ, ഡീറ്റെയിൽസ്, പിന്നെ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത്, പിന്നെ കൺട്രി ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ഇമെയിൽ അഡ്രസ്സ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ മെയിൻലി ചോദിക്കുക. പിന്നെ ഇവിടെ ഒരു ഇൻവിറ്റേഷൻ കോഡ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻവിറ്റേഷൻ കോഡ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇൻവിറ്റേഷൻ കോഡ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എക്സ്പാട്രിയോയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എക്സ്പാട്രിയോയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് ഡെൽജിൻ D1 എന്നാണ്. അപ്പോൾ ഞാൻ ആ ഒരു കോഡ് അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇനി അടുത്തതായിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡു യു ഓൾറെഡി ഹാവ് എ ജർമ്മൻ അഡ്രസ് എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലായിരിക്കും എന്തായാലും നമുക്ക് ജർമ്മൻ അഡ്രസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് നോ കൊടുക്കാം. അപ്പോൾ നമ്മളത് നോ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അഡ്രസ്സ് എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നെക്സ്റ്റ് അടിക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ടുള്ള നമ്മുടെ സ്റ്റെപ്പാണ് വാട്ട് ഈസ് യുവർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇൻ ജർമ്മനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ട കോഴ്സ് ഏതാണോ ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ വിച്ച് യൂണിവേഴ്സിറ്റി ആർ യു വിസിറ്റിംഗ് ഇൻ ജർമ്മനി. അപ്പോൾ നമ്മൾ നമ്മുടെ അഡ്മിഷൻ കിട്ടിയ യൂണിവേഴ്സിറ്റി ഏതാണോ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് ഇവിടെ സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ഡീറ്റെയിൽ കൊടുത്തതിന് ശേഷം ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് വാട്ട് ഈസ് യുവർ എസ്റ്റിമേറ്റഡ് അറൈവൽ ഇൻ ജർമ്മനി. അപ്പോൾ വിൻ്റർ ഇൻടേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജ് തുടങ്ങണേലും ഏകദേശം ഒരു 15 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 20 ദിവസം മുന്നേ ആയിരിക്കും നിങ്ങളിവിടെ ഐഡിയലി വരേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ഡേറ്റ് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഡേറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങളുടെ ക്ലാസ് തുടങ്ങും ഒരു October 15 ആയിരിക്കും. അപ്പോൾ നമ്മുടെ എസ്റ്റിമേറ്റഡ് അറൈവൽ എന്ന് പറയുന്നത് ഏകദേശം October 1 ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ October 1, 2023 കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇനി നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണത് കൊടുക്കേണ്ടത് നമ്മൾ 2023 October 15 കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ജർമ്മനിയിൽ ഇവിടെ ഇൻഷുർഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറൻ്റ്ലി ഇൻഷുർഡ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരണം. കാരണം നമ്മൾ ഹാവ് യു ബീൻ ഇൻഷുർഡ് ബൈ എനി ജർമ്മൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡർ
അപ്പോൾ അത് നോ കൊടുക്കുക. അതിനുശേഷം കൺട്രിയുടെ പേര് ഇന്ത്യ കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സോഴ്സ് ഓഫ് ഫണ്ട് കിട്ടിയത്, വെദർ എഡ്യൂക്കേഷൻ ലോൺ ആണോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വെൽത്ത് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് എന്താണോ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം. ഇനി ആ ഒരു ഡീറ്റെയിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താൽ മതി. ആ ഒരു ഫോട്ടോ നിങ്ങൾ എഡിറ്റ് ചെയ്യുകയോ ബാക്ക്ഗ്രൗണ്ട് മാറ്റി അല്ലാന്നുണ്ടെങ്കിൽ അത് PDF കൺവേർട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു ഫോട്ടോ എങ്ങനെയാണോ എടുത്തത് അതുപോലെ തന്നെ നമ്മൾ നേരെ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ ഫെയിലായിട്ട് വരും കേട്ടോ. അപ്പോൾ ബെറ്റർ ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ പിന്നെ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഐ വോണ്ട് ടു അപ്ലോഡ് മൈ പാസ്പോർട്ട് ലേറ്റർ എന്നാണ് കൊടുക്കണേ. അപ്പോൾ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത് വരണത് ഇവരുടെ ജസ്റ്റ് കുറേ ഫിനാൻഷ്യൽ ടേംസും കണ്ടീഷൻസും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ടിക്ക് അടിച്ച് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ കൺഫേം ആൻഡ് സബ്മിറ്റ് എന്ന് കൊടുക്കുക. സോ ആ ഒരു കൺഫേം ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് സെറ്റായി. അപ്പോൾ കൺഫേം ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വരുന്നതായിരിക്കും. അപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയായി. ഇനി അതിന് ശേഷം നിങ്ങൾക്ക് ഒരു മെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു മെയിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു സ്റ്റെപ്പാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മെയിൽസിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ആക്ടിവേറ്റ് ഒരു യൂസർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റപ്പ് ചെയ്യ ഒരു അക്കൗണ്ട് ഒന്ന് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്വേഡ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗോ ടു ലോഗിനിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി സേവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ഏകദേശം വരിക നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രീനായിരിക്കും, നമ്മുടെ ക്വിക്ക് ഗൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുമ്പോൾ അവർ ഡിഫറെൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവർ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കത് എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ബ്ലോക്ക്ഡ് അക്കൗണ്ടിലോട്ട് പോവുക. അപ്പോൾ അതിൽ പാസ്പോർട്ട് മിസ്സിംഗ് എന്ന് പറഞ്ഞ് കാട്ടുന്നുണ്ടോ. അപ്പോൾ നമ്മളിതിൽ അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാസ്പോർട്ട് എടുത്തിട്ട് നമുക്കത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മുടെ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് അടിച്ചു കൊടുക്കേണ്ടത്. പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് എക്സ്പയറി, ഡേറ്റ് ഓഫ് ഇഷ്യൂ, പിന്നെ പാസ്പോർട്ട് ഇഷ്യൂവർ. അപ്പോൾ പാസ്പോർട്ട് ഇഷ്യൂവർ നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് സെൻഡ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൽ കാണാം നിങ്ങൾക്ക് സക്സസ്ഫുള്ളി പാസ്പോർട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഇവരുടെ ഒരു വെരിഫിക്കേഷന് ശേഷം ഇവർ എന്താ പറയുക നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു അക്കൗണ്ട് അപ്രൂവ് ആയോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് അപ്രൂവ് ആവാനായിട്ട് ഏകദേശം ഒരു 24 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ സാധാരണ അപ്രൂവ് ആവാറുണ്ട്. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ എക്സ്പാട്രിയോടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവാനായിട്ട് ഏകദേശം 24 മണിക്കൂറാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ വീക്കെൻഡ്സിലാണ് നിങ്ങൾ ഈ ഒരു എക്സ്പാട്രിയോയിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുക നിങ്ങൾക്ക് എന്തായാലും മൺഡേയിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്യൂസ്ഡേ ആയിട്ടായിരിക്കും നിങ്ങൾ ആക്റ്റീവ് ആവുക. അപ്പോൾ പരമാവധി നിങ്ങൾ വീക്ക് ഡേയ്സിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എന്താ പറയുക ആക്ടിവേഷൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിലോട്ട് എങ്ങനെയാണ് നിങ്ങൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 വേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യണ ഒരു വഴി പറയാം. അപ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഏതൊരു ബാങ്കിലാണോ നിങ്ങളുടെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തേക്കണേ ആ ഒരു ബാങ്കിൽ നിന്നും നമ്മുടെ എക്സ്പാട്രിയോടെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് ഫണ്ട് അയക്കാവുന്നതാണ്. ആ ഒരു ഫണ്ട് അയക്കുന്ന രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൻ്റെ ഫോറക്സ് ട്രാൻസ്ഫർ വഴി നമുക്ക് എക്സ്പാട്രിയോടെ ബാങ്കിലോട്ട് നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് നെഫ്റ്റ് വഴിയും ഇവർ
നമ്മുടെ നാട്ടിലെ തന്നെ സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വഴിയും ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വഴി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാൻസാക്ഷനും പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമ്മുടെ എന്താ പറയുക ശരിയായി കിട്ടേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് സെറ്റ് ചെയ്തെടുക്കുന്നത് ഒരു 5 ദിവസത്തിനുള്ളിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 ദിവസത്തിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേ ആയ ഫോറക്സ് ട്രാൻസ്ഫർ തന്നെ നോക്കണതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾ ഒറ്റ തേർഡ് പാർട്ടി ആൾക്കാരുടെ അടുത്തും പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫോറക്സ് ട്രാൻസ്ഫർ വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2 തൊട്ട് 3 ബിസിനസ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ അയക്കുന്ന ഫണ്ട് നമ്മുടെ എക്സ്പാട്രിയൽ അക്കൗണ്ടിൽ എത്തുകയും നിങ്ങളുടെ അക്കൗണ്ട് സിമ്പിളായിട്ട് ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഫോറക്സ് ട്രാൻസ്ഫർ വഴി അയക്കാൻ പറ്റുന്നു. അപ്പോൾ അതിൻ്റെ ക്രെഡൻഷ്യൽസ് ഒക്കെ എവിടെയാണ് കിട്ടാന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ആക്ടിവേറ്റഡ് ആയ അക്കൗണ്ടിലോട്ട് നമ്മൾ ലോഗിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ബ്ലോക്ക്ഡ് അക്കൗണ്ടിലോട്ട് പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കറൻറ്റ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എവെയിറ്റിംഗ് മണി ട്രാൻസ്ഫർ. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ മണി ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അത് കാരണമാണ് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് 0 ആയിരിക്കുന്നത്. ഇനി നമ്മുടെ ജസ്റ്റ് നമ്മുടെ മൈ പേയ്മെൻറ്റ്സിലോട്ട് പോവുക. ഇനി അതിനുശേഷം ജസ്റ്റ് നമ്മുടെ മൈ പേയ്മെൻറ്റ്സിലോട്ട് പോവുക. അപ്പോൾ അതിൽ നമ്മൾ എന്തോ പറയുക ഫണ്ട്സ് എത്ര റിസീവ്ഡ് ആയിട്ടുണ്ട്, ഫണ്ട്സ് എത്ര പെൻഡിങ് എമൗണ്ട് ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫണ്ട്സ് പെൻഡിങ്ങും ഫണ്ട്സ് റിസീവ്ഡിൻ്റെയും ഗുണം എപ്പോഴാണ് അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 2 ട്രാൻസാക്ഷൻ ആയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 5000 യൂറോ ഡെപ്പോസിറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഒരു 5000 യൂറോയാണ് ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 5000 യൂറോ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫണ്ട്സ് റിസീവ്ഡിൽ ഏകദേശം ഒരു 2-3 ബിസിനസ് ഡേ കഴിയുമ്പോഴേക്കും ഇത് റിഫ്ലക്റ്റ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട്സ് ഇവിടെ എത്തിയോ ഇല്ലയോ എന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു സമയത്താണോ ഇവർക്ക് ഫുൾ എമൗണ്ട് റിസീവ് ആവണേ അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ട്രാൻസ്ഫർ ഡോക്യുമെൻറ്റ്സും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ആദ്യമായിട്ട് പേയ്മെൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇനീഷ്യേറ്റ് പേയ്മെൻറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനേഴ്സ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ എന്താ പറയുക നമ്മൾ എത്ര എമൗണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യണം, അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു ട്രാൻസാക്ഷൻ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനേഴ്സ് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താ ലഭിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു PDF ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ ഒരു PDF ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് അയക്കേണ്ട ബാങ്ക് അക്കൗണ്ട് അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഫോറക്സ് ട്രാൻസ്ഫർ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു IBAN നമ്പറും ഒരു BIC നമ്പർ ആയിരിക്കും തരിക. അപ്പോൾ IBAN നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ IBAN നമ്പർ എന്ന് കാണുമ്പോൾ അത് മിക്ക ആൾക്കാർക്ക് അത് അറിയണമെന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണോ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ IBAN നമ്പറും BIC നമ്പർ എന്ന് പറയുന്നത് IBAN നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്യൻ ബാങ്ക്സിൻ്റെ അവരുടെ അക്കൗണ്ട് നമ്പറാണ്. അതുപോലെ തന്നെ BIC നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ കോഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ IFSC കോഡ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ BIC എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു അക്കൗണ്ടിലോട്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഫാദറോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിലേറ്റീവ് വഴിയാണ് നിങ്ങൾ ഈ ഒരു ഫണ്ട് അയക്കണേ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർ ഫർദർ ഡോക്യുമെൻറ്റ്സിന് വേണ്ടി ചോദിക്കും. ഈ ഒരു അയക്കണ പേഴ്സണും നമ്മളും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് കൊടുക്കാൻ പറയും. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഞാനൊക്കെ ട്രാൻസ്ഫർ ചെയ്തിരുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പകുതി പൈസ പിന്നെ എൻ്റെ ഫാദറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പകുതി പൈസ അങ്ങനെയായിട്ടാണ് അയച്ചത്. അപ്പോൾ നമ്മൾ ഈ 2 അക്കൗണ്ടിൽ നിന്ന് അയക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് TCS പിടിക്കില്ല. അപ്പോൾ ഏകദേശം 7 ലക്ഷത്തിന് താഴെയായ കാരണം നമുക്ക് TCS പിടിക്കില്ല. ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇത് പ്രാബല്യത്തിൽ വരുന്ന വരെ TCS എന്തായാലും പിടിക്കില്ല കേട്ടോ. സോ നമ്മൾ അങ്ങനെ അയച്ചിരുന്നപ്പോൾ നമ്മുടെ ഫാദറിൻ്റെ പാസ്പോർട്ടും പിന്നെ എൻ്റെ പാസ്പോർട്ടും ഒരുമിച്ചാണ് നമ്മൾ ഇവർക്കൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആയിട്ട് അയച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേറ്റീവ് വഴിയാണ് അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു റിലേറ്റീവും തമ്മിൽ ഉള്ളൊരു ബന്ധം കാട്ടണം എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഇവർക്ക് പ്രൂഫായിട്ട് അയക്കേണ്ടതുണ്ട് കേട്ടോ. സോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്ത് എടുക്കാനായിട്ട് ഏകദേശം ഒരു 5 മുതൽ 6 ദിവസം വരെയാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഫോറക്സ് ട്രാൻസ്ഫർ വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് വഴി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ പറയുന്നത് 5 ബിസിനസ് ഡേയ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ആക്ടിവേറ്റ് ചെയ്ത് അത് അയച്ചു വരുമ്പോഴേക്കും ഏകദേശം ഒരു 1-1.5 ആഴ്ച ഏകദേശം എടുക്കും ഈ ഒരു അക്കൗണ്ടും പിന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും
സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്ര നേരം നിങ്ങൾ കണ്ടിരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എങ്ങനെയാണ് ബ്ലോഗ്ഡ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു അവബോധം ഉണ്ടായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ജർമ്മനിയിലോട്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഇൻഫോർമേഷൻസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. കുറേ അധികം മെസ്സേജസ് വരുന്നുണ്ട്. എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരമാവധി മെസ്സേജസിൽ നമ്മൾ റിപ്ലൈ ചെയ്ത് സഹായിക്കാറുണ്ട് കേട്ടോ. സോ അത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.